രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനെടുത്ത തീരുമാനം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണമാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായത്. പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ മിലിറ്ററി അഫ്ഗാനിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചിട്ട് അധികകാലമായിട്ടില്ല. മാത്രമല്ല, താലിബാന് റഷ്യയുമായി അല്ലാതെ മറ്റൊരു രാജ്യവുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ താലിബാന് ആയുധങ്ങളില്ല. താലിബാൻ ആകെയുള്ളത് ഏറ്റുമുട്ടാനുള്ള മനോധൈര്യം മാത്രമാണ്. ഏതാണ്ട് ഹമാസിന്റെ അതേ അവസ്ഥയിലാണ്. ഹമാസിന് ഏറ്റവും കുറഞ്ഞത് ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട്, എന്നാൽ താലിബാന് അങ്ങനെയുമില്ല. എന്നിട്ടും താലിബാനെ തൊടാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അമേരിക്കയും സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാൻ വിട്ടോടിപ്പോയത്. ഇത് പാകിസ്ഥാനും അറിയാം. പക്ഷെ വ്യോമാക്രമണം നടത്തി അഫ്ഗാനിസ്ഥാന്റെ സ്വൈര്യം കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നും അഫ്ഗാനിസ്ഥാനും തിരിച്ചടി നൽകുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി പോകുന്നതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പാക് പോസ്റ്റുകൾ ആക്രമിച്ച് പാക് സൈനികരെ കൊന്നൊടുക്കുന്നു.